എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പനെ കാണിക്കുന്നു. അവൻ കുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. അതാരാണെന്ന് നോക്കിയാല് നമ്മുടെ മാമനും ആ ഒരു പൊന്തൻ തവളയും. മാമൻ തവള ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ ആ ഒരു കുഴിയിൽ നിന്ന് പൊക്കി അങ്ങോട്ട് എടുക്കും. അപ്പൊ കുഴി ക്രിയേറ്റ് ചെയ്ത ആ ഒരു കോന്ത്രമ്പലൻ നിഞ്ചയാവട്ടെ ഇപ്പൊ നേരെ കുട്ടപ്പന് നേർക്ക് വരും. ആ സമയത്ത് കുട്ടപ്പൻ റസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് ആ കോന്ത്രമ്പലനെ അടിച്ചങ്ങോട്ട് തെറിപ്പിക്കും. ആ ഹിറ്റ് കൊണ്ട് കോന്ത്രമ്പലൻ തെറിച്ചു പോയിട്ട് വീഴുമ്പോ അവന്റെ കൂടെയുള്ളവര് അവനെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടാൻ തുടങ്ങും. ഒരു സെക്കൻഡ് കൊണ്ട് അവന്മാർ ഓടിയകലും. കുട്ടപ്പൻ പുറകെ ഓടുമെങ്കിലും അവരുടെ സ്പീഡിനൊത്ത് അവരെ പിടിക്കാൻ കിട്ടില്ല. ഉടനെ മാമൻ കുട്ടപ്പനോട് അവരാരാണ്, സാക്കുറ സേഫ് അല്ലേന്ന് ചോദിക്കുമ്പോ അപ്പോഴാണ് കുട്ടപ്പന് സാക്കുറയെക്കുറിച്ചും സസുമയെക്കുറിച്ചും ഓർമ്മ വരിക. അവൻ ഡോർ തുറന്നിട്ട് അകത്തേക്ക് നോക്കുമ്പോ നമ്മുടെ രണ്ടാൾക്കാരും ഇപ്പൊ സേഫ് ആയിട്ടിരിക്കുന്നുണ്ടാവും. സസുമയോട് നീ ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോ സാക്കുറയ്ക്ക് അത് തീരെ പിടിക്കില്ല. കാരണം അവളെ കുട്ടപ്പൻ ഇപ്പൊ മൈൻഡ് പോലും ചെയ്തില്ല. അത് കഴിഞ്ഞ് അവര് വീണ്ടും ട്രാവൽ ആരംഭിക്കുമ്പോഴായിരിക്കും ജിറയ്യ മാമൻ ഈ പെണ്ണ് ഏതാണെന്ന് ചോദിക്കുക. പക്ഷെ സാക്കുറയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടാതെ മാമനോട് മാറി നിൽക്കാൻ പറയും. നമ്മുടെ മാമൻ സ്ത്രീ വിഷയത്തില് അത്ര പെർഫെക്റ്റ് അല്ലാത്തോണ്ടാണ് ഇപ്പൊ അവള് മാറി നിൽക്കാൻ പറഞ്ഞത്. അപ്പൊ മാമൻ അയ്യോ ഇല്ലില്ല, ഞാൻ അങ്ങനത്തെ ഒരുത്തനല്ല. ഇടയ്ക്ക് പാർക്കിലും ബീച്ചിലൊക്കെ പോയി പെൺകുട്ടികളെ കുറിച്ച് ഗവേഷണം മാത്രമേ ഞാൻ നടത്താറുള്ളൂ. കുട്ടപ്പനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് സന്തോഷാവും. കാരണം സാക്കുറയ്ക്ക് മാമന്റെ യഥാർത്ഥ സ്വഭാവം ഇപ്പൊ പിടികിട്ടിയല്ലോ. നീ കൂടി ഇങ്ങനെ പറയരുത്, ഞാൻ അത്രയ്ക്ക് വൃത്തികെട്ടവനൊന്നുമല്ല. ഞാനൊരു നല്ല ആളാണ്. ഒന്നുമില്ലെങ്കിലും എനിക്ക് നിന്റെ അപ്പൂപ്പന്റെ പ്രായമില്ലേ, ആ മര്യാദയെങ്കിലും നിനക്ക് തന്നൂടെ എന്ന് മാമൻ കുട്ടപ്പനോട് ചോദിക്കും. സാക്കുറ പറയും ഇവളുടെ പേര് സസുമ. ലാൻഡ് ഓഫ് പാരഡിസിൽ ഹ്യൂഗ ക്ലാനിൽപ്പെട്ട ഒരു നിഞ്ചയാണ് ഇവളുടെ ഒരു കസിനെ ഒറോച്ചിമാറു തട്ടിക്കൊണ്ടുപോയി. അവരെ കണ്ടുപിടിക്കുന്നതിനിടയിൽ ഒറോച്ചിമാറുവിന്റെ ആൾക്കാരാവട്ടെ ഇവളെ ആക്രമിച്ചു. അങ്ങനെയാണ് ഇവൾ ഞങ്ങളുടെ കയ്യിൽ എത്തിപ്പെട്ടെന്ന് പറയുമ്പോ മാമനാവട്ടെ ഒരു മിനിറ്റ് ആലോചിക്കും. ഫ്യൂമ ക്ലാനിനെ കുറിച്ച് ഇപ്പൊ മാമൻ ഇരുത്തിയൊന്ന് ആലോചിക്കുമ്പോ ആൾക്ക് പിടികിട്ടും തന്നെ തട്ടിക്കൊണ്ടുപോയി കൂമ്പിനടിച്ച് അവസാനം കാലില് വീണ അതേ ക്ലാൻ എന്ന് മാമൻ പറയുമ്പോ അത് കേട്ട് കുട്ടപ്പനും സാക്കുറയും ഞെട്ടും. കാരണം ആദ്യമായിട്ട് നമ്മുടെ മാമൻ ഇപ്പൊ കറക്റ്റായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. എന്നിട്ടും നിർത്താതെ നമ്മുടെ മണ്ട മാമനാവട്ടെ ഞാനൊരു അടിപൊളി ബാറിൽ പോയപ്പോഴാണ് ഇതൊക്കെ ഉണ്ടായെന്ന് പറയുമ്പോ നീ ഒരിക്കലും ഞങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാറില്ല. നീ അവിടെയും എൻജോയ് ചെയ്യാൻ തന്നെ പോയി. വെറുതെ പെണ്ണുങ്ങളുടെ അടുത്ത് കൊഞ്ചിക്കൊണ്ടിരുന്ന അതത്ര നല്ല കാര്യമല്ല എന്ന് കുട്ടപ്പൻ പറയുമ്പോ മാമനാവട്ടെ ഒന്ന് പതുക്കെ പറ, സാക്കുറയ്ക്ക് എന്നോട് കുറച്ചൊക്കെ റെസ്പെക്റ്റ് ഉണ്ട്. നീ കാരണം അതുകൂടെ നഷ്ടപ്പെടുത്തരുതെന്ന് പറയുമ്പോ അതിന് സാക്കുറ ടെൻഷനായിട്ട് എനിക്കൊരു തേങ്ങയും ഇല്ല, എനിക്കിപ്പം നിങ്ങളെ തീരെ ഇഷ്ടമല്ല എന്ന് അവളിപ്പം മാമന്റെ മുഖത്ത് നോക്കി പറയും. മാമൻ ഹ്യൂമ ക്ലാൻ എന്ന് പറയുമ്പോ ആ പെങ്കൊച്ചാവട്ടെ ആ കൂട്ടരുടെ നേതാവിന്റെ പേര് അൻസക്കി എന്ന് പറയുമ്പോ മാമനാവട്ടെ അവൻ തന്നെയാണ് ആളെന്ന് ഇപ്പൊ വിളിച്ചു പറയും. ഞാൻ അവരോട് കൂടുതലൊന്നും ചോദിച്ചില്ല. ഒറോച്ചിമാറുവിന്റെ ആ ഒരു രഹസ്യ സങ്കേതം അതെവിടെയാണെന്നാണ് ചോദിച്ചത്. പക്ഷെ അവർക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ ഇവിടെ സസുമയാവട്ടെ എനിക്കറിയാം, ഞാനത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് അവള് പറയുമ്പോ ഇപ്പൊ മാമൻ ഡബിൾ ഹാപ്പിയാവും. അങ്ങനെ നമ്മുടെ ആൾക്കാര് അവസാനം സൗണ്ട് വില്ലേജിന്റെ മുൻപിൽ എത്തിപ്പെടും. സസുമ കൈ നീട്ടിക്കാണിച്ച് അതാണ് ആ മൗണ്ടൈന്റെ താഴെയാണ് അവന്റെ താവളം എന്ന് പറയുമ്പോ സാക്കുറയ്ക്ക് സാസുക ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് എന്തോ ഒരു ഉറപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുട്ടപ്പൻ പറയും വേഗം വായോ, ഇനി നോക്കി നിൽക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടേക്ക് കയറി ചെന്ന് ഒറോച്ചിമാറുവിന്റെ ചന്തിക്ക് രണ്ടിടിയും കൊടുത്ത് സാസുകയെ തൂക്കിയെടുക്കാന്ന് പറയും. അതിന് മാമൻ പറയും വേണ്ട, സമയമായില്ല എന്ന് പറഞ്ഞ് അവരെ തടഞ്ഞു വെക്കും. നമുക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യണം, അതിനു മുൻപ് നമുക്ക് ഫുഡ് കഴിക്കാം. ഇപ്പൊ നമ്മള് ഓടിക്കേറി അങ്ങ് ചെന്നാല് ഫൈറ്റ് ആരംഭിക്കും. എനിക്ക് വിശന്നിരിക്കുന്നതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഫൈറ്റ് ചെയ്യാനോ അവരെ തോൽപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് ഇപ്പൊ മാമനാവട്ടെ ഒരുപാട് ഐറ്റംസ് അവിടെ നിരത്തി അങ്ങനെ വെക്കും. അങ്ങനെ എല്ലാവരും ഹായായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ സസുമയാവട്ടെ ഞാൻ ചായ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവള് ദൂരത്തായിട്ട് മാറിയിരുന്ന് ചായയില് എന്തോ ഒരു സാധനം കലർത്തി അവർക്ക് 3 പേർക്കും കുടിക്കാൻ കൊടുക്കും. നമ്മുടെ 3 ആൾക്കാരും അത് കുടിച്ച ഉടൻ തന്നെ അവിടെ മയങ്ങി വീഴും. അവളിപ്പോ പെട്ടെന്ന് തന്നെ ആർക്കോ ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് അവരെ നേരത്തെ അറ്റാക്ക് ചെയ്ത ആ ഒരു കോന്ത്രമ്പല്ലനും ടീംസും അങ്ങനെ ഇരിപ്പുണ്ടാവും. ഇവളുടെ സിഗ്നൽ കിട്ടിയ ഉടൻ തന്നെ അവരാവട്ടെ നമുക്ക് എത്രയും പെട്ടെന്ന് മിഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. ആക്ച്വലി ഈ ഒരു സസുമ അടക്കം എല്ലാവരും ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ അണ്ടറിലാണ്. ലീഫ് വില്ലേജിലെ ആരെങ്കിലും പിടിച്ചു കൊടുത്താൽ
പിടിച്ചു കൊടുക്കും തോറും ഒറോച്ചിമാറു ആവട്ടെ അവരുടെ ഹ്യൂഗ ക്ലാൻ തന്നെ റെഡിയാക്കി അവർക്ക് കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാനിന് വേണ്ടി തീർച്ചയായിട്ടും നമ്മളിത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് അവർ ഓടി വരുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാരെ നോക്കി നിന്ന് ഇപ്പൊ സസുമ ആവട്ടെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. അന്ന് കാട്ടിലൂടെ സസുമ ആവട്ടെ അവളുടെ കസിനെ അന്വേഷിച്ച് ഒറോച്ചിമാറുവിന്റെ സ്ഥലത്ത് കറക്റ്റായിട്ട് എത്തും. പക്ഷെ കറക്റ്റായിട്ട് ഇപ്പൊ ആരൊക്കെയോ ചേർന്ന് അവളെ ട്രാപ്പ് വെച്ച് പിടിക്കും. അത് മറ്റാരുമല്ല, നേരത്തെ കണ്ട ഹ്യൂമ ക്ലാനിലുള്ള ആ ഒരു കോന്ത്രം പല്ലനും ടീംസും ആയിരിക്കും. ഇവരുടെ 3 പേരുടെയും കൂടെയാണ് മുൻപ് അവളുടെ കസിൻ അരാഷി ഉണ്ടായിരുന്നത്. അവൻ എവിടെയും ചോദിക്കുമ്പോ അവര് പറയും അവനിപ്പോ ഒറോച്ചിമാറുവിന്റെ കൂടെയാണ്. ഒറോച്ചിമാറുവിന് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമേ അവനെയും നമ്മുടെ ക്ലാനിനെയും നമുക്ക് തിരികെ കിട്ടൂ. കട്ട് ചെയ്താ ഇപ്പൊ 3 പേരും അവളുടെ അടുത്തേക്ക് എത്തുമ്പോ അവള് ചോദിക്കും ഇനിയെങ്കിലും എനിക്ക് എന്റെ കസിനെ കാണാൻ സാധിക്കുമോ എന്ന്. അതിന് അവര് പറയും അങ്ങനെ വെറുതെ കാണാൻ കഴിയില്ല, ഇവരുടെ 3 പേരുടെയും തല അത് വെട്ടിയെടുക്കണം. അത് കേട്ട് ഷോക്കായിട്ട് അവളിപ്പോ അതിന് സമ്മതിക്കില്ല. അവരവളെ തൊഴിച്ചെറിയാൻ നേരത്ത് നമ്മുടെ കുട്ടപ്പൻ അവളെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യും. നമ്മുടെ ആൾക്കാർ ഓൾറെഡി ഒരൊന്നൊന്നര നിഞ്ചകളാണ്. അതുകൊണ്ട് ഇവരുടെ പ്ലാനിങ് മനസ്സിലാക്കി അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ജിപ്സ് ഉപയോഗിച്ച് അവർ 3 പേരും ഇപ്പൊ രക്ഷപ്പെട്ടു. അപ്പൊ കുട്ടപ്പൻ ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്തിനാണ് ഇവളെ നിർബന്ധിച്ച് ഇപ്രകാരം ചെയ്യിപ്പിച്ചതെന്ന് ചോദിക്കും. അതിന് വില്ലന്മാര് ഞങ്ങളാരും അവളെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല, അവളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് അവൾ ഇപ്രകാരം ചെയ്തത്. യഥാർത്ഥത്തിൽ ഒറോച്ചിമാറുവിന് വേണ്ടത് ലീഫ് വില്ലേജിലെ നിഞ്ചാസിന്റെ തലകളാണ്. ലീഫ് വില്ലേജിലുള്ളവരെ കൊന്നുകൊണ്ടുവരാനാണ് ഇവരോട് പറഞ്ഞത്. പക്ഷെ നമ്മുടെ പെങ്കൊച്ചിന് ആ കാര്യം കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. നിങ്ങൾ എന്റെ സ്വത്ത് കുട്ടിയെ പറ്റിച്ചല്ലേന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അടിക്കാനായിട്ട് അവരുടെ ദേഹത്തേക്ക് ചാടി അങ്ങോട്ട് വീഴും. എന്നിട്ട് 2 ടീമും ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൽപ്പിടുത്തം. ഞങ്ങൾ ഞങ്ങളുടെ ക്ലാനിന് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തതെന്നും പറഞ്ഞ് അവന്മാരാവട്ടെ ഇപ്പൊ കുട്ടപ്പനെ എടുത്തിട്ട് ഇണ്ടനടിക്കാൻ തുടങ്ങും. കുട്ടപ്പനാവട്ടെ അവന്റെ ക്ലൗൺസിനെ ഉപയോഗിച്ച് ഇപ്പൊ ഒരുത്തന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമാക്കുമ്പോ അപ്പൊ എതിർവശത്ത് മാമനാവട്ടെ വേറൊരുത്തിനെ പിടിച്ച് ആളുടെ റെസൻ ഗൺ പവർ ഉപയോഗിച്ച് അവന്റെ കാര്യത്തിലും തീരുമാനമാക്കും. അങ്ങനെ 2 പേര് ഇപ്പൊ സൈഡായെന്നും പറഞ്ഞ് കുട്ടപ്പനാവട്ടെ ശ്വാസം എടുത്തു വിടുമ്പോ ഒരു കത്തി പറന്നങ്ങോട്ട് വരും. അത് തട്ടിമാറ്റി ആരാന്ന് നോക്കുമ്പോ ആ ഒരു കോന്ത്രം പല്ലൻ അവൻ എർത്ത് സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ചാണ് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. കോന്ത്രം പല്ലനെ കണ്ട് മാമൻ ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പൊട്ടനാണെന്ന് പറയുമ്പോ അത് കേട്ടിട്ട് വില്ലൻ നീ എന്റെ കോലം കണ്ടിട്ട് എന്നെ ജഡ്ജ് ചെയ്യണ്ട, അവൻ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഒരു വണ്ട് പോലെ ആയി മാറി അതങ്ങനെ തന്നെ പൊട്ടി അങ്ങോട്ട് തെറിക്കും. പക്ഷെ അത് പൊട്ടിത്തെറിച്ച് കഴിയുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പൊ സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ് പുറത്തേക്ക് വരും. ആക്ച്വലി ആ ഒരു ജിപ്സു ലൈഫിൽ ഒരേ ഒരു തവണ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. തങ്ങളുടെ ക്ലാൻ അത് തിരികെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും വലിയ റിസ്ക് എടുത്തിരിക്കുന്നത്. അവളിപ്പോ പറന്നു പൊങ്ങി ഇപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ ആൾക്കാരുടെ നേരെ വരും. അവളുടെ കംപ്ലീറ്റ് പവറും എടുത്ത് ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ജിറയമാവന് മനസ്സിലാവും സംഗതി പന്തിയല്ലാന്ന്. അവൻ ഉടൻ തന്നെ ആ ഒരു ഫ്രോഗ് ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ അവർ 4 പേരും അതിന്റെ ഉള്ളിൽ സേഫ് ആയിട്ടിരിക്കും. അവളുടെ മുഴുവൻ പവറും തീർന്ന് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയാതെ അവളാവട്ടെ അവളുടെ 3 ഫ്രണ്ട്സിനെയും കൊണ്ട് അവിടുന്ന് കടന്നു പോകും. നമ്മുടെ ആൾക്കാർക്ക് അത് കണ്ട് ഭയങ്കര വിഷമാവും. കാരണം അവനവന്റെ ജീവൻ കൊടുത്തും തന്റെ കൂട്ടുകാർക്കും ക്ലാനിനും വേണ്ടി കട്ടയ്ക്ക് നിന്നു. ഇതെല്ലാം കണ്ട് കുട്ടപ്പന് കലിപ്പടിച്ച് തീർച്ചയായിട്ടും ഇതിനെല്ലാം കാരണക്കാരൻ ആ ഒറോച്ചിമാറുവാണ്. അവന്റെ ചന്തയ്ക്ക് 4 തൊഴിയും കൊടുത്ത് ആദ്യം തന്നെ ഞാൻ ഹ്യൂഗ ക്ലാൻ സെറ്റാക്കും. കട്ട് ചെയ്ത ആ പെണ്ണ് ഇപ്പൊ ബാക്കി 2 പേരെയും തൂക്കിയെടുത്ത് ഒറോച്ചിമാറുവിന്റെ മുൻപിൽ എത്തിക്കും. അവളിപ്പോ ഏകദേശം മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് ബാക്കി 2 പേര് അവളെ തൂക്കിയെടുത്ത് ഇപ്പൊ ഒറോച്ചിമാറുവിന്റെ മുൻപിൽ കൊണ്ടുപോകും. ദയവ് ചെയ്ത് ഞങ്ങളോട് അലിവ് തോന്നണം, എങ്ങനെയെങ്കിലും ഇവളെ രക്ഷിക്കണം. നീ പറയുന്ന എന്ത് അടിമപ്പണി ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോ അതിന് ഒറോച്ചിമാറു നിങ്ങൾക്ക് തന്ന കേസ് ആദ്യം നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്, എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി ആലോചിക്കാമെന്ന് പറയുമ്പോ നമ്മുടെ 2 നിഞ്ചകൾക്കും ഒരുപാട് ദേഷ്യം വരും. അതിനവര് വീണ്ടും പറയും ഞങ്ങളാണ് നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് ഇത്രയും കാലവും വർക്ക് ചെയ്തത്, നിനക്ക് കുറച്ചെങ്കിലും കരുണ കാണിച്ചൂടെ ചോദിക്കുമ്പോ ഒറോച്ചിമാറു ആവട്ടെ അവർക്ക് നേരെ കാർപ്പിച്ച് തുപ്പും. അത് കണ്ട് കലി കയറിയ നമ്മുടെ 2 നിഞ്ചകളും ആവട്ടെ കത്തിയെടുത്ത് ഒറോച്ചിമാറുവിനെ കൊല്ലാനായിട്ട് ചാട്ടി അങ്ങോട്ട് വീഴും. പക്ഷെ അപ്പോഴേക്കും ഒറോച്ചിമാറു അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവരെ 2 പേരെയും ചറപറ കുത്തി അവിടെ തന്നെ കൊന്നുകളയും. അവരെ നോക്കി ഇപ്പൊ ഒറോച്ചിമാറു ടെററായിട്ട് ചിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.